ഹായ് എവരിവൺ, വെൽക്കം ടു അനീസ് കിച്ചൻ. ഇന്ന് നമുക്ക് പൈനാപ്പിൾ പുളിശ്ശേരി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ആദ്യം നമുക്കതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ 1.5 കപ്പ് പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ പുളിശ്ശേരിയിൽ ചേർക്കുന്ന കഷ്ണങ്ങളുണ്ടല്ലോ, വെള്ളരിക്കയൊക്കെ ചേർക്കുന്ന പോലെ ഇങ്ങനെ ചെറിയ പീസസ് ആയിട്ട് ഇത് കട്ട് ചെയ്ത് വെക്കാം. ഇതൊരു 1.5 കപ്പ് ഉണ്ട്. 2 പച്ചമുളക്. പച്ചമുളകിൻ്റെ അളവ് നമ്മുടെ ഇഷ്ടം പോലെ ചേർക്കാം. കുറച്ചും കൂടി എരിവ് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്താലും കുഴപ്പമില്ല. 1 കപ്പ് തേങ്ങ ചിരകിയത്, പിന്നെ 1 ചെറിയ ഉള്ളി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ജീരകം, 1.5 കപ്പ് തൈര്. ഞാനിവിടെ നല്ല കട്ട തൈരാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് പിന്നെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ വെള്ളം ചേർത്തത് ലൂസാക്കി എടുക്കാം. പിന്നെ ഇതിൽ താളിച്ച് ചേർക്കുന്നതിന് വേണ്ടിയിട്ട് 1 ചെറിയ ഉള്ളി അരിഞ്ഞെടുത്തത്, കുറച്ച് കറിവേപ്പില, 1/2 ടീസ്പൂൺ കടുക്, 1/4 ടീസ്പൂൺ ഉലുവ. പിന്നെ ആവശ്യത്തിന് ഉപ്പ് വേണം, വെളിച്ചെണ്ണ വേണം, ആവശ്യത്തിന് വെള്ളം വേണം. ഇത്രയാണ് നമുക്ക് പൈനാപ്പിൾ പുളിശ്ശേരി തയ്യാറാക്കാനായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ്. ഇനി നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യം ഒരു പാനിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പൈനാപ്പിൾ ചേർക്കാം, പച്ചമുളക് ചേർക്കാം, കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇതിന് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒന്ന് വേവിച്ചെടുക്കണം. കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. ഈ പൈനാപ്പിൾ നന്നായിട്ടൊന്ന് വെന്ത് വരണം. ഇത് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഈ സമയത്ത് നമുക്കിതിന് വേണ്ട അരപ്പ് തയ്യാറാക്കാം. ഒരു മിക്സിയുടെ ബൗളിലോട്ട് തേങ്ങ ചേർക്കാം, ചെറിയ ഉള്ളി ചേർക്കാം. ഇത് ഒന്ന് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയും ജീരകവും ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ജീരകവും ചേർക്കാം. ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം. കുറച്ച് വെള്ളം ഒഴിക്കുക. ഇതിനെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ പുളിശ്ശേരിക്ക് തേങ്ങ അരയ്ക്കുമ്പോൾ എപ്പോഴും അത് നല്ല സ്മൂത്തായിട്ട് അരയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. തരി കിടക്കരുത്. നന്നായിട്ട് അരച്ചെടുക്കാം. ഇനി ഇതിനകത്തേക്ക് തൈര് ചേർക്കുകയാണ്. 1.5 കപ്പ് തൈര്. ഈ തൈര് ചേർത്തതിന് ശേഷം ഇത് ഒത്തിരി അരയ്ക്കേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി. മിക്സിയിൽ ഒരു തവണയൊന്ന് അടിച്ചെടുത്താൽ മതി. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. നമ്മൾ പൈനാപ്പിൾ വെന്ത് കഴിഞ്ഞതിന് ശേഷം ഈ അരപ്പ് അതിനകത്തോട്ട് ചേർത്ത് കുക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ പൈനാപ്പിൾ വെന്തിട്ടുണ്ട്. സ്പൂണിട്ടിങ്ങനെ നോക്കിയാൽ മതി. ഇത്ര വേവ് മതിയാവും അതിന്. വെള്ളവും വറ്റിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തീ നന്നായിട്ട് കുറച്ച് വയ്ക്കുക. കുറച്ച് വെച്ചതിന് ശേഷം ഇതിൻ്റെ ചൂട് ചെറുതായി ഒന്ന് കുറഞ്ഞ് വരുമ്പോൾ അരപ്പ് ചേർക്കണം. കാരണം നമ്മൾ അരപ്പിൽ തൈര് ചേർത്തിരിക്കുന്ന കാരണം നല്ല ചൂടിൽ ഇതിനകത്തേക്ക് ചേർത്ത് കഴിഞ്ഞാൽ അത് പിരിഞ്ഞു പോകും. ചൂടൊന്ന് കുറഞ്ഞ് വരുമ്പോൾ നമ്മൾ അരച്ച് വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം. തൈരും കൂടി ചേർത്ത അരപ്പാണ്, അത് ചേർത്ത് കൊടുക്കാം. ഞാൻ ആ മിക്സിയുടെ മൗളിലോട്ട് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി ഇതിനകത്തോട്ട് ചേർക്കുകയാണ്. ഇതിന് ചെറിയ ചൂടിൽ വെച്ച് തന്നെ ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. ചെറിയ ഫ്ലെയിമിൽ വെച്ചൊന്ന് ചൂടാക്കി എടുക്കുക. ഈ തൈര് നമ്മൾ ഇത് അരപ്പ് ചേർത്ത് കഴിഞ്ഞിട്ട് കട്ടി കൂടുതലാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർക്കാം. വെള്ളം ചേർക്കുമ്പോൾ എപ്പോഴും ചെറിയ ചൂടുവെള്ളം ചേർക്കാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ആ ഒരു പച്ചവെള്ളത്തിൻ്റെ ചുവ ഉണ്ടാവും. ഇത് ചെറിയ ചൂടിൽ വെച്ച് തന്നെ നമുക്ക് കുക്ക് ചെയ്യണം. ഇതിനകത്തേക്ക് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് വീണ്ടും ചേർത്ത് കൊടുക്കാം.
ചെറുതായിട്ടൊന്ന് ആവി വന്നാൽ മതി, ഒരിക്കലും ഇത് തിളയ്ക്കാൻ പാടില്ല. നമ്മുടെ പുളിശ്ശേരി ഏകദേശം റെഡി ആയിട്ടുണ്ട്, ചെറുതായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്, അത് മതിയാവും. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇനി ഇത് താളിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടാകുമ്പോൾ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം മാത്രമേ ബാക്കിയുള്ള താളിക്കുന്ന സാധനങ്ങൾ ചേർക്കാവുള്ളൂ, എന്നാൽ മാത്രമേ അതിൻ്റെ ടേസ്റ്റ് വരത്തുള്ളൂ. കടുക് പൊട്ടുമ്പോൾ ഉലുവ ചേർക്കുക, ചെറിയ ഉള്ളിയും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക. ആ ചെറിയ ഉള്ളിയുടെ നിറം ഒന്ന് മാറുന്നത് വരെ ഇത് വഴറ്റി കൊടുക്കുക. ഉള്ളിയുടെ നിറം ഒരു ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇതിന് നമുക്ക് പുളിശ്ശേരിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഉടനെ തന്നെ ഇളക്കണ്ട, കുറച്ച് നേരം ഇതൊന്ന് അടച്ചു വെച്ചതിന് ശേഷം ഉപയോഗിച്ചാൽ മതിയാവും. ഇത് കുറച്ച് നേരം, ഈ പുളിശ്ശേരി കുറച്ച് നേരം ഇരുന്ന് കഴിയുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് വരുന്നത്. അപ്പോഴാണ് ആ പൈനാപ്പിളിൻ്റെ ടേസ്റ്റൊക്കെ ആ പുളിശ്ശേരിയിലോട്ട് വരുന്നത്. അപ്പോൾ ഇത് കുറച്ച് നേരം, ഒരു 10-15 മിനിറ്റ് ഇതൊന്ന് അടച്ചു വെച്ചതിന് ശേഷം ഉപയോഗിക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.